ഞാൻ ചോദിക്കട്ടെ, തരൂർ പറഞ്ഞതിൽ എന്താ തെറ്റ്? അത് യഥാർത്ഥത്തിൽ വഷളാക്കിയത് കോൺഗ്രസിൻ്റെ ചില നേതാക്കളല്ലേ? അവരുടെ രാഷ്ട്രീയ നേതൃത്വം യഥാർത്ഥത്തിൽ ശരിയായ നിലയിൽ പ്രശ്നങ്ങളെ കാണാനും സമീപിക്കാനും അവർ കഴിയുന്നില്ല. ഇന്ന് കേരളത്തിൽ അവർക്കെതിരായിട്ടുള്ളൊരു അന്തരീക്ഷം വന്നിരിക്കുകയാണ്. ശശി തരൂരാണ് ശരിയെന്ന് കോൺഗ്രസ്സുകാർ പറയുകയാണ്. ആ അഭിപ്രായത്തോടൊപ്പമാണ് നിൽക്കേണ്ടിയിരുന്നത്. കേരളമാണ് നമ്മുടേത് എന്ന അഭിപ്രായം കോൺഗ്രസ്സിലെ നല്ലൊരു വിഭാഗം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പുരോഗതി തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് ഹാനികരമായി തീരുന്നു എന്ന് ഭയന്ന് തെറ്റായ നിലപാട് സ്വീകരിച്ചാൽ അവർ ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കളിൽ ചിലരെടുക്കുന്ന നിലപാട് അതിവേഗം തിരുത്താൻ സാധിക്കണം. ഇന്ന് കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ്. ഇതിവിടുത്തെ കണക്കുകളും ഇവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അംഗീകരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ കേരളം എത്രമാത്രം വളർന്നു, ITA മേഖലയിൽ കേരളം എത്രമാത്രം വളർന്ന് വികസിച്ചിട്ടുണ്ട്. എത്ര ലക്ഷം ആളുകളാണ് ഇപ്പോൾ IT മേഖലയിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ അന്താരാഷ്ട്ര വിമാനത്താവളം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിന് ചുറ്റുമായിട്ട് 5000 ഏക്കർ ഭൂമിയെടുത്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ITA മേഖലയെ വികസിപ്പിച്ചെടുക്കാൻ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് ഈ ഗവൺമെൻറ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് പോയാൽ കഴക്കൂട്ടം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു വിദേശ രാജ്യത്തിൻ്റെ പ്രതീതിയല്ലേ. വലിയ സംരംഭങ്ങൾ, വലിയ തരത്തിലുള്ള എറണാകുളത്ത്, കോഴിക്കോട് എത്ര ലക്ഷം ആളുകളാണ് IT മേഖലയിൽ ജോലി ചെയ്യുന്നത്, സ്ഥാപനങ്ങൾ വരുന്നത്. നിക്ഷേപ സൗഹൃദമല്ലേ ഈ കേരളം. ഈ കേരളം നിക്ഷേപ സൗഹൃദമെന്ന് അനുഭവസ്ഥർ വസ്തുതകൾ നിരത്തി പറയുമ്പോൾ എന്തിനാണ് കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ ഈ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത്? അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നതിൽ വ്യക്തിപരമായ താല്പര്യമുണ്ടാകാം. പലരും പല കുപ്പായവും തയ്പ്പിച്ച് നടക്കുന്നവരുണ്ടാകും. അവരെല്ലാം ജനങ്ങളിൽ ഒറ്റപ്പെടുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ അവരെയെല്ലാം ഭയപ്പെടുത്തുന്നു. അതുകൊണ്ട് കേരളം വികസനോന്മുഖമായ കേരളത്തെ നിരാശപ്പെടുത്താൻ, കേരള ജനതയെ നിരാശപ്പെടുത്താൻ, നിക്ഷേപകരെ തിരിച്ചയക്കാൻ ഇടയാക്കത്തക്ക നിലയിൽ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ കേരളം നിക്ഷേപ സൗഹൃദമല്ല. കേരളം വളരുമോ? കേരളം വികസിക്കുമോ? എന്തിനാണ് അടിസ്ഥാനരഹിതമായി ഈ കാര്യങ്ങൾ UDFൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രചരിപ്പിക്കുന്നത്? അവർക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? ഇപ്പോൾ കേരളം നിക്ഷേപ സൗഹൃദമായൊരു നാടാണ്. ഒട്ടനവധി നിക്ഷേപങ്ങൾ ഇനിയും ഇപ്പോൾ കൊച്ചിയിൽ 21, 22 തീയതികളിൽ അന്താരാഷ്ട്ര നിക്ഷേപരെ ആകർഷിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു വലിയ സംരംഭത്തിന് കേരളത്തിലെ വ്യവസായ വകുപ്പ് മുൻകൈയെടുത്ത് നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരികയാണ്. ലോകത്തിലെ പ്രമുഖ നിക്ഷേപകരതിൽ പങ്കെടുക്കുകയാണ്. ഇങ്ങനെ വന്ന് കേരളത്തെ പഠിച്ച് മനസ്സിലാക്കി കേരളം വളരണ്ടേ? അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം രംഗത്ത് കേരളം ഇത് വളരെ മുമ്പിലല്ലേ? അത് വികസിപ്പിച്ചെടുക്കേണ്ടേ? അതിന് നിക്ഷേപകരെ ആകർഷിക്കുകയല്ലേ വേണ്ടത്? അതുകൊണ്ട് അവരെയെല്ലാം നിരാശപ്പെടുത്തി പറഞ്ഞയക്കാൻ വേണ്ടി കേരള വിരുദ്ധ നിലപാട് ഒരു പാർട്ടി സ്വീകരിക്കുന്നത് ശരിയാണോ? അവർക്ക് നിരാശയുണ്ടാകും, വ്യക്തിഗതമായ നിരാശയാകാം. പക്ഷെ നാം കാണേണ്ടത് കേരള സമൂഹത്തിൻ്റെ അഭിവൃദ്ധിയാണ്, കേരളത്തിൻ്റെ വളർച്ചയാണ്, കേരളത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കലാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് വരുമ്പോൾ എല്ലാവരും അതിനെ സഹായിക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഇവിടെ കേരളത്തിലെ വികസന രംഗങ്ങളിൽ ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് വച്ചിരിക്കുന്നത് എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഈ നാടിൻ്റെ വികസനം ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരാളെയും മാറ്റി നിർത്താനല്ല, എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. തൊഴിലില്ലായ്മയാണ് കേരളം അനുഭവിക്കുന്നൊരു വലിയ പ്രശ്നം. ആ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ സ്വകാര്യ പൊതുമേഖലകളിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് അവർക്കെല്ലാം തൊഴിൽ കൊടുക്കാനുള്ളൊരു മേഖല നമ്മൾ സൃഷ്ടിക്കണ്ടേ? എങ്ങനെയാണ് തൊഴിൽ നൽകിയിട്ട് നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുക? സംരംഭം ഉണ്ടാകണ്ടേ? നിക്ഷേപകർ വരണ്ടേ? പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ നമുക്ക് ഉപയോഗപ്പെടുത്തണ്ടേ? അതുവഴി കേരളത്തിൽ അഭിവൃദ്ധിപ്പെടണ്ടേ? ഇതിനെല്ലാമുള്ളൊരു പൊതു അന്തരീക്ഷം ഇന്ന് കേരളത്തിലുണ്ട്. വിദ്യാഭ്യാസപരമായി കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള നാട്. എല്ലാ കുട്ടികളും പഠിച്ച് മിടുക്കരായി വളർന്നു വരികയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ അതിവേഗം കുതിച്ചുയരുകയാണ്. വിദ്യാഭ്യാസത്തിൽ കേരളത്തെ പോലെ വേറൊരു സംസ്ഥാനമുണ്ടോ?
കേരളം പിന്നോക്കമാണ്, വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത് ശരിയാണോ? വസ്തുത എന്താണ്? ആരോഗ്യപരമായി സാമൂഹ്യനീതി, സാമൂഹ്യ സുരക്ഷ, ഇതെല്ലാം ഉറപ്പുവരുത്തിയിട്ടുള്ളൊരു നാടല്ലേ ഈ കേരളം. രാഷ്ട്രീയ വിരോധം ശരിയായിരിക്കും, രാഷ്ട്രീയമായി പ്രത്യയശാസ്ത്രപരമായി അതിൻ്റെ രംഗത്ത് ഏറ്റുമുട്ടൂ, അതിൻ്റെ രംഗത്ത് മത്സരിക്കൂ. പക്ഷേ ഈ കേരളത്തിൻ്റെ 3.5 കോടി മലയാളികളുടെ ജന്മനാട്, 3.5 കോടി കേരളീയരുടെ ജന്മനാടാണ് ഈ കൊച്ചു കേരളം. ആ കേരളത്തിൻ്റെ സമഗ്രമായ വികസനം ഓരോ മനുഷ്യൻ്റെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതാണ്. ആ ജീവിതം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കുക, യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുക, ആ യാഥാർത്ഥ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എല്ലാവരും നിർവഹിക്കേണ്ടത്. സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങളിൽപ്പെട്ട് കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിലപാട് അവരെ സ്വീകരിക്കുന്നത് കോൺഗ്രസ് അണികളെപ്പോലും ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല. കോൺഗ്രസ്സിലെ തന്നെ ചിന്തിക്കുന്നവർ, ഈ നാടിനോട് താല്പര്യമുള്ള ജനത പൊതുവെ ഇടതുപക്ഷ മുന്നണിയുടെ നയങ്ങൾക്ക് അനുകൂലമായി ചിന്തിച്ചു വരികയാണ്. അതുകൊണ്ട് UDF നേതൃത്വം ഗഹനമായി ആലോചിച്ച് അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റ് തിരുത്തി കേരള വികസനത്തിനും കേരളത്തിൻ്റെ അഭിവൃദ്ധിക്കും ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നടപടികൾ, അതിന് സഹായങ്ങൾ നൽകാൻ മുന്നോട്ട് വരണം. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഏതെങ്കിലും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക എന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് കോൺഗ്രസ് അതിൻ്റെ ചില നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിലപാട് കേരള വിരുദ്ധമാണ്. BJP ഒരു കേരള വിരോധികളുടെ പാർട്ടിയാണ്. കേരളത്തോട് അങ്ങേയറ്റ ശത്രുത വെച്ച് പുലർത്തുന്നൊരു പാർട്ടിയാണ് BJP. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ നാനാ മേഖലകളിലും അതിൻ്റെ വികസനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം സീപോർട്ട് കേരളത്തിൻ്റെ ഒരു വലിയ എസറ്റാണ്. ഇതുപോലെ ഇനി സീപോർട്ട് ഉണ്ടാകണം, എയർപോർട്ട് ഉണ്ടാകണം. എല്ലാ മേഖലകളിലും നമുക്ക് വലിയ പുരോഗതി കൈവരിക്കാൻ കഴിയണം. അതിനുള്ള നടപടികളാണ് ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണങ്ങളാണ് ഈ രംഗത്തുണ്ടാകേണ്ടത്. നശീകരണ വാസനയോടുകൂടി ഇത്തരം ഇന്ന് പ്രതിപക്ഷത്തുള്ള ചില പാർട്ടി നേതാക്കൾ സ്വീകരിക്കുന്ന അവരുടെ നിലപാട് തിരുത്തി ക്രിയാത്മകമായ നിലപാട് സ്വീകരിക്കാൻ അവർക്ക് കഴിയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.